പഞ്ചാക്ഷരി മന്ത്രങ്ങൾ മുഴങ്ങി നിന്ന രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രാങ്കണത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃബലി അർപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ബലിതർപ്പണം നടന്നത്. SNDP രാജാക്കാട് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ആയിരക്കണക്കിന് ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുമായി 4000-ലധികം ഭക്തരാണ് ബലിതർപ്പണത്തിനായി രാജാക്കാട് മഹാദേവന്റെ മണ്ണിലേക്ക് എത്തിയത്. പശ്ചിമ കൈലാസനാഥൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അഭീഷ്ടവരദായനായി കുടികൊള്ളുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഇന്ന് ബലിതർപ്പണത്തോടുകൂടി പര്യവസാനിക്കുകയാണ്. ഇന്നലെ 10,000 കണക്കായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം നടത്തിയും ഇന്ന് രാവിലെ നടക്കുന്ന ബലിതർപ്പണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തങ്ങളുടെ പൂർവ്വ സുഹൃത്തുക്കളായിട്ടുള്ള മാതാപിതാക്കളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായിട്ടാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അമൃത കലശത്തിനായി പാലാഴി കടയുന്നതിനിടെയുണ്ടായ കാളകൂട വിഷം പാനം ചെയ്ത ശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതിയും ഭൂതഗണങ്ങളും ഉറക്കമൊഴിച്ച പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയ രാത്രിയാണ് ശിവരാത്രി എന്നതാണ് ഐതിഹ്യം. ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിന് ശാഖായോഗം പ്രസിഡന്റ് B. സാബു, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി.